നമസ്കാരം. നമസ്കാരം. നാരായണൻ നമ്മുടെ MLA കാണാൻ പോയിരിക്കുക. ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് MLA പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരുമിച്ച് ഇപ്പം എത്തും. നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പൻ പൂശാരിയുടെ മകൻ കുട്ടികൃഷ്ണൻ, അയാളാ ഈ MLA എന്ന് പറയുന്ന വിദ്വാൻ. നമസ്കാരം. നമസ്കാരം. പ്രിയരെ, ഇന്ന് നമുക്കൊരു ശുഭദിനമാണ്. പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെന്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടികൃഷ്ണൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴമൊഴി പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നതാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം. എന്തു തന്നെ ആയിരുന്നാലും ഇത് നമുക്ക് ഏറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ്. ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് പ്രതിഫലേച്ഛ കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല. നമ്മുടെ നന്ദി MLA ശ്രീ കുട്ടികൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് 2 വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈ ദേശം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി. ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹെൽത്ത് സെന്ററിന്റെ അനുവാദം വാങ്ങിച്ചു. അതിന്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിന് മുഴുവൻ മാർഗദീപമായി നിൽക്കുന്ന ഗ്രാമമാണ്. എന്റെ പ്രിയ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. രാഷ്ട്രീയക്കാർക്ക് അയിത്തം കൽപ്പിച്ച നാട്, തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട്, പ്ലാസ്റ്റിക് നിരോധിച്ച നാട്, ചുവരെഴുത്തുകളില്ല, ഉച്ചഭാഷണികളില്ല, തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട്, പെരുമാൾപുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അപരിചിതർക്ക് ഇങ്ങനെ വായിക്കാം: പെരുമാൾപുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം. മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നാം, ഇതെന്ത് ഗ്രാമം! തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന്, ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം. ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും. നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട്. വരട്ടെ നാരായണ, കുറച്ചു നാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കാണണം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നന്ദി. പാർട്ടിയുടെ കൊടി മണ്ണി ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും. എന്നിട്ട് അവൻ്റെയൊക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ. പോലെയാടി മക്കൾ, വണ്ടി ഇറോ. ഇന്ന് നാട്ടുകൂട്ടത്തിൻ്റെ മുന്നിലുള്ള മുഖ്യ വിഷയം മാക്കഞ്ചേരി ശങ്കരൻ മകൻ കുമാരൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ്. കുമാരൻ്റെ ഭാര്യ ദേവകി ഇവിടെ ഉണ്ട്. മദ്യപിച്ച് വഴക്കിടൽ, ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരൻ്റെ പേരിൽ. ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവകിക്ക് പറയാനുള്ളത് പറയൂ. താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ. സഹിച്ചു ഒരുപാട്. എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമല്ല, അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാ എനിക്കറിയില്ല. എല്ലാവരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയമായി തോന്നിയതുകൊണ്ടാ. കുമാരനെ കുറിച്ചുള്ള പരാതികൾ രേഖാമൂലം പലരും സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും കുമാരൻ കാണിച്ചില്ല.
ഇന്നലെ കിഴക്കുംപാട്ട ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വിരുന്ന് വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല. എന്താണോ എനിക്ക് പറയാനുള്ളത്? എനിക്കൊരു തേങ്ങാ പുണ്ണാക്കും പറയാനില്ല. നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്ക്, ഞാൻ സഹിച്ചു. എന്താ ഇവൻ ഇങ്ങനെ? ഞാൻ എന്താ ഉണ്ണിത്തമ്പുരനെ പറയാ? എന്നെ വിട്ടേക്ക്. ഈ കുട്ടിയുടെ മുഖമെങ്കിലും ഓർക്കണ്ടേ? എനിക്ക് വേണ്ട അച്ഛനെ. അച്ഛൻ ചീത്തയാ. എനിക്ക് അമ്മ മതി. കുമാര, തീരെ നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിലെ നാട്ടുകുട്ട ഒരാളെ ശിക്ഷിക്കാറുള്ളൂ. നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം തോന്നുന്നെങ്കിലും പറയേ. വേണ്ട, ഗുണദോഷിച്ച് നന്നാക്കാൻ വരണ്ട. ഈ നാടിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഈ നാടിനെയും വേണ്ട. 13-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിമലത്തിയതിന്റെ അപ്പുറത്തെ പാദമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. ശിക്ഷിക്കാനും തടവിലിടാനും ഇറങ്ങി പുറപ്പെട്ടവർക്ക് ആദ്യം അതിനുള്ള യോഗ്യത ഉണ്ടെന്നൊന്ന് ആലോചിക്കും. അധികം പ്രസംഗി. മതി, ശണ്ട വേണ്ട. 5 മാസത്തേക്ക് കുമാരൻ പെരുമാൾപുരത്തിന് പുറത്ത് ജീവിക്കണം. അതാണ് നാട്ടുകൂട്ടത്തിന്റെ വിധി. ഓ കാട്ടി വിടാനാ പറഞ്ഞത്? കാട്ടി നിനക്കിട്ട് സ്വഭാവം ഇല്ലടാ. വിടാനാ പറഞ്ഞത്? കാട്ടി വിടാൻ. കാട്ടി ഉണ്ണിത്തമ്പ്രാനെ സഭയിൽ അധിക്ഷേപിക്കണോടാ നാളെ. വരുവടാ കുമാരെ, ഒരു ദിവസം നിന്റെ കണ്ണാക്കി മണ്ണ് വാരിയിടാം. എന്നെ പെരുമാൾപുരത്ത് നിന്നും പുറത്താക്കി. എന്നിട്ട് നേരെ വാലും കാലിൻ്റെ തിരികെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടേക്ക് അല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ആ, ചെല്ലും ചെലവും ഞാൻ തരും. പക്ഷേ നന്ദി കാട്ടേണ്ട ഒരു ദിവസം വരുമ്പോ അത് കാട്ടണം. ഇല്ലെങ്കിൽ എന്റെ കാലിന് തീരും നീ. എന്നെ നമ്പാം. ഇതാണ് ദേവർമഠം, പെരുമാൾപുരത്തിന്റെ അനൗദ്യോഗിക ഭരണകേന്ദ്രം. സിനിമ പിടിക്കുന്ന ആൾക്കാരാ. ഇവിടുത്തെ പാടത്തും പറമ്പിലൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവാദം വേണോ? എന്തോ പാട്ടും കുത്തൊക്കെ വിഷയം. ഓഹോ, ആവക കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ അവിടെ? അതിനൊരു വിദേശത്തേക്കല്ലേ പോവാറ് പതിവ്. അതിനും കൂട്ടിയാ കൂടാത്തൊരു ഊട്ടി കൊടൈക്കനാൽ. അതൊക്കെയല്ലേ എൻ്റെ ഒരു രീതി. വന്നോളൂ. ഇവിടുത്തെ ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന് ചേരുമെന്ന് തോന്നി. ആയിക്കോട്ടെ, വിരോധമില്ല. വെള്ളോടിക്ക് വരെ എവിടെ നിന്ന് കിട്ടി? ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന? ശരിക്കും പരിചയപ്പെട്ടില്ലേ? വെള്ളോടി മാഷി കവിയാണ്. ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കിൽ സാക്ഷാൽ കാളിദാസം വിചാരിച്ചാൽ നടക്കില്ല. അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലകെട്ടല്ലേ. അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി കിടക്കുന്ന കണ്ടു. ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോന്നോളാൻ പറഞ്ഞു. സന്തോഷം. അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു. ഇവിടെ വന്നു വിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട്. അത് പ്രാക്ടിക്കലാണോ, അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യുക, അത് രണ്ടും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവിടെ നഷ്ടപ്പെടുന്നത് നന്മയാ. അവനവന് ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവ്വം നൽകണം. പിന്നെ ഈ നാട്ടിൽ അധികം അതിഥികളൊന്നും വരാറില്ല. ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള വഹയുള്ളിടത്തോളം കാലം ഇത് തുടരും. ഞാനൊന്ന് കുടിച്ചിട്ട് പറ്റേ. വെള്ളോടി കൂട്ടുവരലിൽ കൂട്ടിക്കോളൂ. വരും. എന്താ പുള്ളിക്കാരന്റെ പരിപാടി? ആള് ഭയങ്കര റിച്ച് ആണല്ലേ. റിച്ച്, അതെ. പണം കൊണ്ട് മാത്രമല്ല, ഉള്ളിലെ നന്മ കൊണ്ടും. തൊഴിലെന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാ 100%. പിന്നെ ഒരു സ്പിന്നിങ് മില്ല്, ഗാർമെന്റ് എക്സ്പോർട്ടിങ്. നിയമം പഠിച്ച് സന്നദ്ധ എടുത്തിട്ടുണ്ട്, പക്ഷെ കോടതി പോകാറില്ല. വിലാസം എഴുതും വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർമഠൻ നാരായണൻ എന്നെഴുതാം. വന്നോളൂ. ഇല്ല, പല്ല് വെളുത്തിട്ടില്ല. മഞ്ഞപ്പല്ലുകാരിക്ക് കാപ്പിയും പലഹാരവും തരൂല. നോണ പറയുന്ന കേട്ടോ. ശരിക്കും പല്ലും തേച്ച് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും വെളുക്കുന്നില്ല എന്ന് വെച്ചാ വെളുത്ത് പെയിന്റ് അടിക്കേണ്ടി വരും പല്ലിന്. ഓ, വലിയ ന്യായമൊന്നും പറയണ്ട. നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ. കണ്ടു അമ്മി, അപ്പ സമയം നോണ പറയുന്നത്. അമ്മ കണ്ടതല്ലേ ഞാൻ പല്ല് തേക്കുന്നത്. സാക്ഷികളെ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അമ്മുക്കുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം വന്നോളൂ. എനിക്കറിയാം, ഉണ്ണിത്തമ്പുരാനെ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ഓടിക്കുന്നതല്ലേ. എല്ലാരും ഉണ്ണിത്തമ്പുരാന്റെ ആൾക്കാരാ.
നേരത്തെ ഹാജരായതാ. പല്ല് വിളക്കിയത് നന്നായില്ലെന്നും പറഞ്ഞു ഞാൻ ഓടിച്ചു. പാവം കുട്ടി. അപ്പാസമേ ഒരു കാപ്പി വേണം. മധുരമില്ലാതെ എന്നോട് പറഞ്ഞോളൂ. ഏയ് മൂത്രത്തിൽ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, കാപ്പിയിലാവാം. അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ. ബാക്കിയുള്ളവർ മുഴുവൻ കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. സാറേ പതുക്കെ. ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ. 100 ഏക്കർ ഭൂമി കൈവശമുള്ള ആളാ. സ്വാമി ഓ വിളമ്പിക്കോളൂ. ആയിക്കോട്ടെ. എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക്? ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല, എന്റെ പേര് അമ്പിളിന്നാ. അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പല ആവണ്ട, എന്റെ മാത്രം പൊന്നാമ്പല ആയ മതി. ആ പാസാമിയുടെ ഓരോ കുസൃതികളല്ലേ മോളൂ. ഒന്നുമല്ല, എനിക്കറിയാം. ഉണ്ണിത്തമ്പുരാൻ ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞ് ഫസ്റ്റ് അടിക്കാനുള്ള പണിയല്ലേ ഇതൊക്കെ. ശരി, ഇന്നത്തെ എന്റെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നു. പോയി കാപ്പി. ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ്, ഒരു ദിവസം സഹിക്കാല്ലേ. ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത്. ഒരുപാട് പേർക്ക് വെച്ച് വിളമ്പാനതല്ലേ. ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് ആദ്യം എനിക്കിരിക്കട്ടെ. അതാ ഇവിടുത്തെ ഒരു രീതി. സാമ്പാർ ഒരല്പം വേണ്ട സാർ. ഓ സർവേശ്വര ഭഗവാനെ ക്ഷിപ്രപ്രസാദി ഗുണവൻ ഗണനായക. ഇതിപ്പോ എത്ര നാളത്തേക്കാ? മാലുവിനെ ഒന്ന് കാണാനാ. ഞാനൊരു SOS കോൾ തരുമ്പോ ചെറിയ വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ശരി. ഞാൻ പിടിച്ചോളാം. എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ സത്രോ? എവിടെ പൊലയിടാൻ പോയിരിക്കായിരുന്നടി അസത്തെ ഇത്രയും ദിവസം? അമ്മയ്ക്ക് ദീനം കൂടി, അവിടെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ തമ്പുരാട്ടി. അയ്യ, അമ്മയ്ക്ക് ദീനം അച്ഛന് വാദം. തിന്ന് നെയ് കൂടിയതിന്റെ ആടി നിനക്കൊക്കെ പൊയ്ക്കോ. ആ ശ്രീകരം ഇനി കണ്ടടം നിരങ്ങാൻ പോയാ പിന്നെ ഈ പടി ചവിട്ടി പോരുത്. പോടി. ഈശ്വര, ഇതാരാ? സാവിത്രി മോൾ ഇത് എപ്പോ വന്നു? ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്ന. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. അയ്യോ, അമ്മായിയുടെ കുട്ടിയെ വഴക്ക് പറയാനോ? അല്ല ഗംഗാരമെന്നെ, ഇവളെ ഇങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ച ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം. കുഞ്ഞമ്പേട്ടിനെ കണ്ടോന്ന് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ഒരു നീറ്റല് കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ തലയൊന്നിങ്ങനെ വെച്ചേ. അങ്ങനെ ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നും. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി നിനക്ക് കണ്ണ് കാണുന്നില്ലേ? അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ, നമ്മുടെ ധൃതരാഷ്ട്രം. അതുപോലെ ഒരു അന്ധന്റെ മാര് കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചമുളകൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ അറിയാല്ലേ? ഇനി വേണമെങ്കിൽ കണ്ണു തുറന്നോളൂ കേട്ടോ. കള്ളി, മൂപ്പിൽ കുഞ്ഞമ്പുതാനയുടെ പടപ്പെട്ടിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവും. 1 1 1.5 1.5 2 2 2.5 ഇടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ? യെസ്. ഇന്ന് എത്രയുണ്ട്? വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി? പറ, എന്താ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കനൊരു IT എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്.
മിസ്റ്റർ ദേവർമട നാരായണൻ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടിപൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കറട്ടെ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞ. എടി അവളുടെ ആഗ്രഹം പോലെ മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ. അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ്. അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ അവളുടെ ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ. അവളുടെ ഇഷ്ടം. ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ട് ആയിക്കോളാൻ. ആ വാക്ക് മാറില്ല. 13-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്നവൻ, എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ, അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ അത് മാത്രം ആരും എന്നോട് പറയണ്ട. കുഞ്ഞമ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും. എന്നിട്ടെന്താ വെച്ചാ ആവാം. ഇവിടെ നമ്മുടെ പത്മാ സുബ്രഹ്മണ്യൻ തകർത്ത് ഡാൻസാ. ഇതെവിടെയാ സഹോദര? പാടത്തോ പറമ്പിലോ? ഇന്നെപ്പോലെ അല്ലടേ മാളെ. അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം. മൂപ്പിൽ കുഞ്ഞമ്പൂ നായര് ആയ കാലത്ത് കട്ടുമൂട്ടിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നിനക്കൊക്കെ 3 ടൈംസ് കാലം നീട്ടിയിരുന്ന് വയറ് നിറച്ച് ഞണ്ണ. നീ ആ നൃത്തവിലോലിക്കൊന്ന് കൊടു. ഇത് പറ, എന്നാ അവിടെ ഫിലിം ഷൂട്ടിംഗുകാര് വരണത്? എന്താ നിന്നെ കെട്ടിയെടുക്കുന്നുണ്ടോ? യെസ്. ഈ ജന്തുവിനെ കൊണ്ടുവരണോ? പൊട്. എന്തുവാ? അതിനെ കണ്ടിട്ട് കാലം കുറെ ആയി. ഒന്ന് കൊടു. കൊടുക്കട്ടെ. ചെകിട്ട് തുറണം. എന്നാ ആരാ നിന്റെ നായര്? സത്യവാൻ നാരായണ, സാവിത്രി ഹിയർ. നിധി കാക്കുന്ന ഭൂതം മൂപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് നിറം മങ്ങുന്ന ഓട്ടമുക്കാലേ. ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട്. പിച്ചാത്തിവാസം. ഈ കരിങ്കുരയനെ കാണാൻ വേണ്ടിയാണ് ഇത്ര ബഹളം. ആൾക്കാർക്ക് വേറെ പണിയില്ലേ? എന്തൊരു ചൂട്! ഒരു ക്യാരവനെ കൊണ്ടുവരുന്നുള്ളൂ. മദ്രാസിൽ വിളിച്ചിട്ട് രക്ഷയില്ല സാർ. എല്ലാം തമിഴ് ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്തിരിക്കുക. ഹീറോയും വന്നില്ലേ? വന്നു സാർ. അഭിലാഷ്, ഇതാ നമ്മുടെ ഡാൻസ് മാസ്റ്റർ. ഹലോ സാർ. ഒരു ഹീറോ സോങ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്. വിമൽ, ലെറ്റ്സ് സീ വൺസ്. ബോയ്സ് ഗേൾസ് സൗണ്ട്. ഒരു ക്ലാസിക്കൽ സാധനം ഒന്ന് പ്ലാൻ ചെയ്തേക്ക്. കുറച്ച് കാലം വേറെ നാട്യത്തിൽ ഒന്ന് കൈവച്ചിട്ട്. അയാളങ്ങനെ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട. ജോൽസിനോട് വാഴൂർ ജോസാ. എടോ ജോൽസിന ഈ പറഞ്ഞ ഹീറോയിൻ, അവളോട് താൻ പറഞ്ഞില്ലേ എന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ട് ഈ പടത്തോളം ഫിക്സ് ചെയ്യാം. പിന്നെ അവള് രാവിലെ മുതൽ കയറ് പിടിക്കുക. എന്തേ സാറ് വന്നില്ലേ സാറ് വന്നില്ലേന്ന്. അവളുടെ ടൈം തെളിഞ്ഞു. എവിടെ വിളിക്കൂ? ഇപ്പൊ വരും. ഇന്റർനെറ്റ് നോക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമ. ആരാ അവൻ? തന്നെ ഏത് സ്കൂളാണ് പഠിപ്പിച്ചത്? കൊണ്ടാണോ? That's really surprising. ഈ വില്ലേജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ലോകം ഒരൊറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിസ് ജോൾസിന. അറിയും മുമ്പ്, അറിയാൻ ശ്രമിക്കും മുമ്പ് അണ്ടർ എസ്റ്റിമേഷൻ നന്നല്ല ഒന്നിനെ കുറിച്ചും. Now you can check your mails and send replies. Oh, I just want to check my mail. Do whatever you want. Your phone. Oh, അതാ ബോറണ ഈ ഫിലിമിലെ ഹീറോ. സോറി, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ. അത് നായക ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത്, അല്ലാതെ നടന്റെ ലക്ഷണമെന്നല്ല. ഒരു നല്ല നടൻ ചിലപ്പോൾ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോൾ നല്ല നടനും ആവാം. ഇത് ബോറൻ മനുഷ്യനും ബോറൻ നടനുമാണ്. A rare combination.
ആ കാളിയാർമടം ഉണ്ണിയാർച്ചൊക്കെ ഉണ്ട്, കാലം കുറെ ആയി. വെള്ളോടി മാഷ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? വെളുപ്പാൻ നേരത്ത് അരിവെപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിങ് കൂവിയപ്പോ ഉള്ളൊന്ന് കാളി. ഞാൻ കരുതി ആരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാ. എന്നാണ് ആ ഒരു നിലവിളക്കം പിടിച്ച് ഈ പടിയൊന്ന് ചവിട്ടി കയറുന്നത്? മാഷിന്റെ നാരായണനോട് തന്നെ ചോദിക്കും. സിനിമാ നടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യാൻ വന്നതാ? ഇതാ പണ്ടുള്ളവര് പറഞ്ഞത്, താങ്കേറിന്റെ അടുത്ത് താങ്കേറിയിരുന്നില്ലെങ്കിൽ നാരായണ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കയറിയിരിക്കും. ഇവള് പെശകാണ് മോളെ. മാനെ മാലു, ഇതെപ്പോ? നൃത്തകുണ്ടലിനി, വെൽക്കം ടു ദേവർ മഠം. താങ്ക്സ് നാണു. ജോത്സ്ന ഇതെന്റെ അനിയത്തി മാലു. ഇത് സാവിത്രി. ഷീസ് മൈ വുഡ് ബി. പറയാമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വയസ്സുകാലത്ത് വെള്ളം ചൂടാക്കി തരാൻ ഒരാള്. അതിനെന്തിനാ ഒരാള്? ഒരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ? സ്റ്റൈലാക്കല്ലേ? എന്നോട് പറഞ്ഞു. എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു സാവിത്രിയെ കുറിച്ച്, നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച്. എനിവേ യു വെരി ലക്കി. ഞാൻ പോട്ടെ, ഷൂട്ട് തുടങ്ങാനായി കാണും. See you guys. Bye sweetheart. സ്മാർട്ട് ഗേൾ. എന്താ വേണോ? അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ.